partner is അവർക്കുള്ള മാത്രമല്ല stalked an ex online. Hello. I'm Musna. So, love at first sight. In the other you trust that. I believe it happened to me. And the idea. I want to happens. Especially as a girl, our feeling our amount to approach പക്ഷേ ഞാനിപ്പോൾ അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്താൽ I wouldn't have had like such an amazing relationship with my person. Yeah. So എന്തായാലും മടിയൊന്നും പാടില്ല. നമ്മുടെ ഈ പഠനങ്ങളാണ് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളത് കൺഫ്യൂസ് ചെയ്യണം. മനസ്സിൽ കൊണ്ടുവരുന്ന കാര്യമില്ല. So life is short. Go for it. മടി ഇത് പിന്നെ I think we should just love very freely. Thank you so much. അടുത്ത വാങ്ങുമ്പോൾ is more pretty. അടുത്ത please do it. ഞാൻ മാത്രം നല്ല ശരിക്കും ഇത് ആരും ആൻസർ ചെയ്യാം. നിങ്ങൾ പറയാം. നീരജ് അതോ ആൻ പറയണം? സിംഗിൾ എന്ന് പറയുന്നത് അല്ലേ? അവർക്കുള്ള മാത്രമല്ല പേഴ്സണലി എനിക്ക് യോജിച്ചില്ല. നിങ്ങൾക്ക് എപ്പോഴും പ്രയോഗിക്കാമോ അപ്പോഴേ പ്രയോഗിക്കും. അതിന് ഫസ്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ സിംഗിളായി ഇന്ത്യയോടെ തെറ്റാണ്. എല്ലാ ടൈപ്പുള്ള ലവും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കല്യാണം കഴിഞ്ഞാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും Thank you. And your last question. So in a relationship, which is more important than love two people share or self-love? I think it's a balance of both. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ പ്രേമിച്ച് തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ടീച്ചറെ ഇംപ്രസ് ചെയ്യാനും സാക്രിഫൈസ് ചെയ്യാനും ശ്രമിക്കുന്നത്. പക്ഷേ ഒരു ലോഞ്ചിവിറ്റിക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ഓൾസോ. ഈ വെബ് സീരീസിന്റെ പൊളിറ്റിക്സ് ഇസ് അബൌട്ട് ദാറ്റ്. നെക്സ്റ്റ് ടൈം how you balance self-love and how much are you ready to sacrifice in the relationship. So ഈ ക്വസ്റ്റ്യൻ വെരി വാലിഡ്. നിങ്ങൾ കാണുന്നതാണ് ഞാൻ വീണ്ടും പറഞ്ഞു. Last question. One ചോദിച്ചിട്ടുണ്ട്. Hi. So my question is, എനിക്ക് ഒരാൾ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ഒരാള് അയാൾക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഇഷ്ടം. So
ഉറപ്പിലായിരിക്കും. അല്ല, ഞാൻ റോങ്, പക്ഷെ എല്ലാ റിലേഷൻഷിപ്പിലും ഒരാൾക്ക് മറ്റൊരാളെ കൂടുതൽ ഇഷ്ടമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. One person loves the other a little more, slightly. And I think it's always better to be the one receiving that extra love. അപ്പോൾ പുള്ളിക്കാരന് തിരിച്ചറിയില്ലെങ്കിൽ ഇതിലും തെളിവ് വേറെ ഉണ്ട് എന്ന് വിശ്വസിച്ച് ഒഫീഷ്യൽ റിലേഷൻഷിപ്പ് ഒരു പാർട്ട് ടൈം ജോബായിട്ട് കൺസിഡർ ഉപദേശിക്കുന്ന എല്ലാവരുടെ അവസ്ഥയും. Okay, so I have continuous for such valid advice. So, girls, then നേരത്തെ പറഞ്ഞ സർപ്രൈസ് നമുക്ക് ഇറക്കാം. We have something for you because we are going to play a game with you. ഒന്ന് കാണിക്കൂ നമ്മുടെ കയ്യിൽ എന്താണെന്ന്. This has to probably be the biggest never have I ever. And we are going to play this together. Vishnu, പറ്റൂല, you have to. Keeping it in, you have to. Ready ആണോ? ഓക്കെ. അതാ ഒരു രാവിലെ കയ്യിലേക്ക് പ്രതിജ്ഞ, സത്യം മാത്രമേ സത്യം മാത്രമേ ബോധ്യപ്പെടുത്തൂ. ഓക്കെ, ആ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് കഴിയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Never have I ever stalked an ex online. പറഞ്ഞോ പറഞ്ഞോ. റെഡ് പറയുന്നത് സത്യം അറിയാം. ഇങ്ങനെ പറയണ്ടോ? ഇല്ല, വേണ്ട പറയണ്ട. അടുത്ത Never have I ever taken revenge on an ex. I have not done. എനിക്ക് കാല് തരാൻ മതി. അടുത്ത Never have I ever broken up with someone over a text. I am judging. I have been broken up over a text. Oh, you got to do it. മെസ്സേജ് ചെയ്ത് വിളിക്കുമ്പോൾ ഓർമ്മയില്ല. അടുത്തത് rejected somebody based on how we look. നിങ്ങൾ സ്വന്തം ആൾക്കാരെ നിങ്ങൾ നോക്കില്ലെന്ന് പറയുന്നത്. എന്തൊന്നും പറയാതെ ശരി. Never have I ever crushed on a teacher. അത് കോളേജിലാണ് ഒരു നിർബന്ധമില്ല കേട്ടോ, സ്കൂളിലാവേ. എല്ലാവരും സംസാരിക്കോ? എല്ലാവരും സമയമില്ല. ഓക്കെ. Never have I ever been on a blind date. ഇത് കുറച്ച് സ്പീഡ് കൊടുക്കല്ലേ? അല്ലേ? അല്ല. പക്ഷെ രസം അറിയോ, ടീച്ചേഴ്സ് രണ്ടും കളിക്കുന്നു. ടീച്ചേഴ്സ് ഓൾസോ രണ്ടു മൂന്ന് എണ്ണേ ഉള്ളൂ. അപ്പൊ സത്യസന്ധമായിട്ട് തന്നെ കളിക്കുക. അടുത്തത് check my partner's phone. ഉള്ളോ? അതുകൊണ്ടില്ല നമ്മൾ ഇല്ല. ഓക്കെ. Talk about your ex on the first date.
നല്ലതാണോ? അങ്ങനെ ആദ്യം കണ്ട ആരുടെയും കൂടെ ഭാവിയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? സിനിമ സിനിമാറ്റിക്കാണ് എല്ലാവരും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, 2 ക്വസ്റ്റ്യൻ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എപ്പോഴെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ആയി പോയല്ലോ കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അച്ഛന്റെ അമ്മയുടെ കൂടെ ഇരുന്ന് ഒരു റോക്ക് സോങ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. ഒരു ക്വസ്റ്റ്യൻ, never have I ever had a crush on Neeraj Babu. നിങ്ങളെല്ലാം ഗൂഗിൾ പേ ചെയ്യാം. ഇതൊക്കെ സത്യമാണോ? നീരജ് ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർക്ക് മൈക്ക് കൊടുക്കാമല്ലോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മൈക്ക് തരും. അതെന്ന് പറയാനായിട്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് കഥ പറയുന്നത്. ഡേറ്റ് ചെയ്യുന്ന ചെറുക്കന്റെ പേര് വേറൊരു പേരായിട്ട് സേവ് ചെയ്തിട്ടുണ്ട് ഫോണിൽ. മൈക്കുണ്ടോ? അതിന്റെ കയ്യില് മൈക്കുണ്ടോ? ഐ ഹാവ് കാണിച്ചത് ഇരിക്കില്ല, ഞാൻ കണ്ടുപിടിക്കുന്നതായിട്ടാണ് കാണിച്ചത്. മൈക്കുണ്ടോ? കാണിച്ചു കൊടുക്കാൻ. ഒരു മിനിറ്റ്, ഞാൻ ഇത് തരാം. ശരിക്കും പേരെന്താണോ എന്തൊക്കെ ചെയ്തത്? ഇനിയുണ്ട് വൈകാണ്ട് നിങ്ങൾ അവിടെ ശരിക്കുള്ളപ്പോൾ ഇത് കാണാനാണ് ഞാൻ സേവ് ചെയ്തത്. ഫാത്തിമ. കർത്താവേ, എവിടെ ആയിരുന്നു കാണിച്ചതൊക്കെ? ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ശരിക്കുള്ള പേര് ഒരു ബന്ധമില്ലാത്ത പേരാണിത്. അക്ഷരം മാറ്റാനുള്ള പരിപാടിയൊന്നുമില്ല. അത് ശരിയാണോ? നിങ്ങൾക്ക് ഇത് ഓൺ ക്യാമറ പറയാണ്ട് നിങ്ങൾ എന്താ പേര് വെച്ചത്? Okay, so guys, this was such fun. Thank you so much.